പാണത്തൂരിൽ 7 പേരുടെ മരണത്തിനിടയാക്കിയ ബസ് അപകടം സംബന്ധിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചു. സബ് കളക്ടർ മേഘശ്രീക്കാണ് അന്വേഷണ ചുമതല. അന്വേഷണ റിപ്പോർട്ട് നാളെ കളക്ടർക്ക് കൈമാറും. ഇതിനിടയിൽ മംഗളൂരുവിൽ ചികിത്സയിലുള്ള 4 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. This news brought to you by Aiva Silks, Kasaragod, Kanyanad, Mangalore. കർണാടകത്തിൽ നിന്നുള്ള വിവാഹ സംഘം സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ട് 7 പേർ മരിച്ച സംഭവത്തിൽ കാഞ്ഞങ്ങാട് സബ് കളക്ടർ മേഘശ്രീയുടെ നേതൃത്വത്തിലുള്ള സംഘം വിശദമായ പരിശോധന ആരംഭിച്ചു. അപകട സമയത്ത് സ്ഥലത്തുണ്ടായവരിൽ നിന്നും അപകടത്തിൽപ്പെട്ടവരിൽ നിന്നുമടക്കം വിവരങ്ങൾ ശേഖരിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ചെങ്കുത്തായ ഇറക്കത്തിൽ ബസ് ടോപ്പ് ഗിയറിൽ ഇറക്കിയെന്നും ഡ്രൈവർക്ക് പരിചയക്കുറവുണ്ടെന്നുമാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. വാഹനത്തിനകത്ത് നിറയെ ആൾക്കാരുണ്ടായതും അപകടത്തിന്റെ ആക്കം കൂട്ടി. ബസ്സിനകത്ത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 74 പേർ ഉണ്ടായിരുന്നതായാണ് വിവരം. സംഭവം നടന്നയുടൻ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടിരുന്നു. വലിയ വളവും ഇറക്കവുമുള്ള റോഡിൽ ബസ് ആദ്യം സമീപത്തെ കമ്മ്യൂണിറ്റി ഹാളിൽ ഇടിക്കുകയും പിന്നീട് തൊട്ടടുത്ത മരത്തിലുരസിയ ശേഷം 10 അടിയോളം താഴ്ചയുള്ള വീടിന്റെ അടുക്കള ഭാഗത്തേക്ക് പാഞ്ഞു കയറുകയുമായിരുന്നു. അപകടം നടക്കുമ്പോൾ വീട്ടിൽ ആൾതാമസം ഉണ്ടായിരുന്നില്ല. കാസർഗോഡ് ആർടിഒയുടെ നേതൃത്വത്തിലുള്ള സംഘവും സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. പരിക്കേറ്റ് ജില്ലയിൽ ചികിത്സയിലുള്ള മുഴുവൻ പേരെയും KSRTC ബസ്സിൽ മംഗളൂരു വെൻലോക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനിടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള 4 പേരുടെ നില അതീവ ഗുരുതരമാണ്.